12 ഡിസംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയക്ക് ഒരുപാട് ഡിസ്റ്റൻസിലാണ്. പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ഒരുപാട് മുകളിലാണ് അല്ലെങ്കിൽ ഒരുപാട് താഴെയാണ്. ഇതൊരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ 52,850. അല്ലാതെ നാളത്തെ ലെവൽസ് നാളെ നിഫ്റ്റിയിലാണ് ബാങ്കിലാണ് ഇന്റേണൽ ഏരിയാസിലാണ് ഞാൻ ഇനീഷ്യലി നോക്കുന്നത്. കാരണം വലിയ 2 ക്യാൻഡിൽസ് അല്ലേ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ കിട്ടുന്ന ഒരുപാട് മുകളിലോ അല്ലെങ്കിൽ താഴെ ആയിരിക്കും. അപ്പോൾ ഇന്റേണൽ ഏരിയാസിന് ട്രേഡ് പ്ലാൻ ചെയ്യാം. നാളെ 53,550 എന്നുള്ള റേഞ്ചിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ രാവിലെ ഓപ്പൺ ചെയ്യുന്ന അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. ഫസ്റ്റ് ട്രേഡ് അവിടെ എത്തി കഴിഞ്ഞാൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി അല്ല 53,300 താഴേക്കാണ് ബാങ്ക് നിഫ്റ്റി നാളെ ഓപ്പൺ ആവുന്നതോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങോട്ടാണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇതാണ് ഈ ബാങ്ക് നിഫ്റ്റിയിലുള്ള ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞത്. നിഫ്റ്റിയിലും ഇന്റേണൽ ഏരിയ ഞാൻ പറഞ്ഞില്ലേ, പ്രോപ്പർ ഏരിയ 24,295 ഒക്കെ ഉണ്ട് ഡൗൺ സൈഡ്. ഇത് ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് അല്ല ഇതിൻ്റെ 24,900 സംതിങ്ങിലുണ്ട് താഴേക്ക് നോക്കാനുള്ള. പക്ഷേ അതൊക്കെ മാർക്കറ്റ് ഈ ഒരു ഏരിയൻ്റെ പുറത്തേക്ക് കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ എന്ന് ട്രേഡ് പ്ലാൻ നോക്കാം. നാളെ 24,667 മുകളിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ താഴേക്കും, 24,583 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മുകളിലേക്കുമാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇതാണ് ഇപ്പോൾ നാളത്തെ തൽക്കാലം പ്ലാന്. ഇനി ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ട്രേഡ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിന് ശേഷം നാളെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. എനിവേ, താങ്ക് യു.